എം പി രാജേഷും EN സുരേഷ് ബാബുവും പി സരിനും ഒപ്പമുണ്ട്. ഇപ്പോ LDF-ന്റെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെതസ്കോപ്പ് കയ്യിലെന്തിക്കൊണ്ട് LDF-ന്റെ റോഡ് ഷോ പുരോഗമിക്കുന്ന കാഴ്ചയാണ്. മുതിർന്ന നേതാക്കൾ, LDF-ന്റെ മുതിർന്ന നേതാക്കൾ ഈ റോഡ് ഷോയിലുണ്ട്. ശരി ശരി. എന്തായാലും വലിയ നേതാക്കളുടെ അകമ്പടിയോടുകൂടി, പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി എം സ്വരാജ് സംസാരിക്കുന്നില്ലെന്നാണ് പറയുന്നത്. വലിയ മുന്നേറ്റമാണ്. റോഡ് ഷോയിലൂടെ തുടങ്ങിയ ഡോക്ടർ പി സരിന്റെ മുന്നേറ്റം, ആവേശം ആർത്തിരമ്പിയ ഈ മഹത്തായ ജനമുന്നേറ്റം മാറുന്ന പാലക്കാടിന്റെ സൂചനയാണ്. അത്രമാത്രം ഇപ്പൊ പറയുന്നു. ജയിക്കും എന്നുറപ്പുണ്ട്. 100% ഉറപ്പാണ് ഈ ജനക്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നത്. എം സ്വരാജ് അടക്കമുള്ള റഹീമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ അവിടെ നമുക്ക് ലഭ്യമാകും. അടിപൊളി ദൃശ്യങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകും. എന്തായാലും ആഘോഷിക്കുകയാണ് LDF ക്യാമ്പ്. റഹീം പറഞ്ഞു തുടങ്ങിയിരുന്നു. അതായത് റോഡ് ഷോയിലൂടെ തുടങ്ങിയത് ഒരു വലിയ ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ സരിനന്ന് സാധിച്ചിരുന്നു. ഒടുവിലായി വന്ന സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഡോക്ടർ സരിൻ. പക്ഷെ വന്നിറങ്ങിയപ്പോൾ 2 സ്ഥാനാർത്ഥികളെ റോഡ് ഷോയ്ക്ക് 3ാമത്തെ റോഡ് ഷോയിലാണ് തുടങ്ങിയത്. പക്ഷെ ആ റോഡ് ഷോ മുതൽ ഒരു ടെമ്പോ നിലനിർത്താൻ കഴിഞ്ഞു. ഈ നിമിഷം വരെ നോക്കൂ, ഇങ്ങനെ ആയിരങ്ങൾ ഒരു കടൽ പോലെ, ഒരു പുഴ പോലെ ഒഴുകി വരികയല്ലേ. ഇപ്പോഴേ ജോറാണെന്ന് നിർത്തുന്നുണ്ടോ? അത് 21-ാം തീയതി വരെ. ഇന്ന് 21-ാം തീയതി വരെ കാത്തിരിക്കുകയാണ്. 23 വരെ കാത്തിരിക്കൂ. നിങ്ങളിപ്പോ കാണുന്നില്ലേ, ഇവിടെ വയനാട് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധാകേന്ദ്രം, വാർത്താ ക്യാപിറ്റലായി മാറേണ്ടിയിരുന്ന സ്ഥലം പ്രിയങ്ക ഗാന്ധിയുടെ കന്നിമത്സരം നടന്ന വയനാടാണ്. പക്ഷെ വയനാട്ടിൽ നിന്നും അത് മാറി നിങ്ങളെല്ലാവരും കേന്ദ്രീകരിക്കുന്ന മണ്ഡലമായി പാലക്കാട് മാറി. സരിന്റെ വരവോടുകൂടിയാണ്. സരിന്റെ സാന്നിധ്യം പ്രിയങ്കയുടെ വരവിനെ പോലും അപ്രസക്തമാക്കും വിധം വാർത്താ പ്രാധാന്യമുള്ളതായി മാറി. ശരി. അപ്പോൾ ഒരു വലിയ വിജയപ്രതീക്ഷ LDF പ്രവർത്തകർ പറയുകയാണ്. സരിന്റെ റോഡ് ഷോ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നതാണ്. നമ്മൾ ഇവിടെ നേരത്തെ ഷാനിബായിരുന്നു രണ്ടാമത്തെ വിവാദം. ഷാനിബിന്റെ ഭാഗത്തായിരുന്നു പാലക്കാട്ട് തുടങ്ങിയത്. മനുഷ്യക്കടൽ കേട്ടിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കിയാൽ കാണാം, മനുഷ്യക്കടൽ കാണാൻ കഴിയും. വലിയ പ്രകടനമാണ്. വലിയ മനുഷ്യക്കടലാണ് പാലക്കാട് കാണാൻ കഴിയുന്നത്. CPM അതിന്റെ പഴയ ശക്തിയിലേക്ക് പാലക്കാട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ മനസ്സ് പാലക്കാടിനുണ്ടായിരുന്നു. ആ മനസ്സ് ഉണർന്നെണീറ്റ കാഴ്ച നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. അത് 20-ാം തീയതി വോട്ടിങ്ങിലും 23-ാം തീയതി വോട്ടെണ്ണുമ്പോഴും കാണാം. മുദ്രാവാക്യം വിളിക്കാത്തെന്താ? വിജയം സരിൻ നേടും എന്ന് പ്രവർത്തകർ പറയുന്നു. ശാന്തമായി ഒഴുകുന്ന കടലാണ് കേട്ടോ. അതെ, വലിയ ജനക്കൂട്ടമുണ്ട്. LDF-നെ സംബന്ധിച്ച് അവർ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ചെങ്കടൽ വരാനിരിക്കുന്നുണ്ട് എന്ന്. നമുക്കതാ പുറത്തേക്ക് കാണാം. സരിൻ ഉറപ്പാണ്, ജയിക്കും. ഓക്കെ, വലിയ ആൾക്കൂട്ടം LDF-നെ സംബന്ധിച്ച്. വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേൻ എന്ന് പറഞ്ഞ LDF-ന്റെ പ്രകടനമാണ് നമ്മൾ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് മറുവശത്ത് LDF-ന്റെയും ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയി BJP-യുടെയും പ്രകടനങ്ങൾ. ഘടകകക്ഷികളുടെ ഒക്കെ കൊടി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും LDF-ന്റെ റോഡ് ഷോ 1.5 റോഡ് ഷോ തന്നെയല്ലേ? യെസ്, വലിയ റോഡ് ഷോ പാലക്കാട് ഞങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് LDF-ന്റെ വലിയ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ LDF ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത്രയും നേരം ഒരു പക്ഷേ അവിടെ ഒരു ശാന്തതയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തിരയടിച്ചു വരുന്നത് പോലെ LDF പ്രവർത്തകർ ഇതാ അവർക്കായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക്